ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മലയാള സിനിമയിലെ മറ്റൊരു അതുല്യ കലാകാരൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു, നായകനായി, അതേപോലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അങ്ങനെ എല്ലാ മേഖലയിലും തകർത്താടിയ ഒരു നടനാണ് നമ്മുടെ സ്വന്തം ബാലചന്ദ്ര മേനോൻ. അപ്പോൾ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകുന്നത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഒരു സകലകലാ വല്ലഭൻ എന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ തുടക്കകാലത്ത് ഇത്രയും കിടിലൻ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ കഥ എഴുതുക, പിന്നെ അതിന് തിരക്കഥ എഴുതുക, സംഭാഷണം ചെയ്യുക, പിന്നെ അതിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പം അതും സ്റ്റാർട്ടിങ് സിനിമകളിൽ തന്നെ ഇത്രയും കിടിലം സംഭവങ്ങളായി കൊണ്ടുവന്ന ഒരു നടൻ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ എന്ന സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. അതും വളരെ നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശാസ്തമംഗലം എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. ഈ ശാസ്തമംഗലം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കലാകാരന്മാർ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ സ്വസ്ഥമായിട്ട് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയി കണ്ട് ഒരുപാട് കലാകാരന്മാർ ഈ ശാസ്തമംഗലത്തിൻ്റെ പല ഭാഗത്തായിട്ട് താമസമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കലാകാരന്മാരൊക്കെ താമസിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറൊക്കെ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ശാസ്തമംഗലത്തിൻ്റെ തിരക്ക് കണ്ടില്ലേ, എപ്പോൾ നോക്കിയാലും ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു സ്ഥലം. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആലും അതേപോലുള്ള സംഭവങ്ങളും പിന്നെ ഇവിടുത്തെ ട്രാഫിക്കും, ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് വഴി തെറ്റാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു ട്രിവാൻഡ്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് ശാസ്തമംഗലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ശാസ്തമംഗലം കഴിഞ്ഞ് മറ്റൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ജംഗ്ഷന് പേരെന്നൊക്കെ പറഞ്ഞാൽ ശാസ്തമംഗലം തന്നെയാണ് പറയുന്നത്. എല്ലാം അടുത്ത് കിടക്കുന്ന ഭാഗങ്ങൾ അതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റോഡെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഉള്ളിലോട്ട് കയറി പോകാനായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് കുറച്ച് മുകളിലോട്ട് കയറി പോകണം. എന്താ ഈ കാണുന്ന റോഡെ കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാവും. ഈ ഒരു റൈറ്റ് എടുത്തിട്ട് മുന്നോട്ട് കയറാം. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഗല്ലികളുണ്ട്. ഇതിനകത്ത് ഒരുപാട് വീടുകളും ഒരുപാട് പഴയ വീടുകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലായിട്ടാണ് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വീട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്. ഇതൊക്കെ കണ്ടോ, അതൊക്കെ പഴയ മോഡൽ ഡിസൈനാണ്. നമ്മുടെ മലയാള സിനിമയുടെ തന്നെ വളരെ കിടിലം ഒരു കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അത് നമ്മുടെ മുന്നിലായിട്ട് കാണുന്നതാണ് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് നമുക്ക് ആ ഗേറ്റിൻ്റെ അവിടെ കാണാനായിട്ട് പറ്റും. ഇതൊരു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം വെച്ച വീടായിരിക്കും കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു പഴയ വീടായിരുന്നിരിക്കാം. പിന്നീട് ഇത് പുതുക്കി പണിയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൻ്റെ സ്റ്റൈല് കാണുമ്പോഴേക്കും പ്രത്യേക ലുക്ക് തോന്നുന്നുണ്ട്. ഫ്രണ്ടിലെല്ലാം കൂടെ ഒരു കോട്ടയുടെ സ്റ്റൈലായിട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു പല നടന്മാരുടെ വീടുകളും ഏകദേശം ഈ ഒരു ലുക്കിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചെയ്യുന്നതിന് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. ആകെ ഉള്ളതെന്ന് വെച്ചാൽ സിറ്റ് ഔട്ടും അതേപോലെ ഫ്രണ്ട് ഡോറിൻ്റെ ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജനലുകളൊക്കെ ഒരു പ്രത്യേക ലുക്കിലാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് അദ്ദേഹം സംവിധാനമൊന്നും ചെയ്യാറില്ല. അപ്പോൾ ചെയ്ത സിനിമകൾ മാത്രം മതിയല്ലോ അദ്ദേഹത്തിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. മലയാള സിനിമയിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അത്രയ്ക്കും തികഞ്ഞ ഒരു കലാകാരനാണ് ബാലചന്ദ്ര മേനോൻ സാർ. ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രേം നസീർ സാറിനെയൊക്കെ വെച്ച് ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പല സിനിമകളും ഹിറ്റായിരുന്നു. പ്രേം നസീർ സാർ ചെയ്യാത്ത ഒരുപാട് കിടിലം വേഷങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒന്ന് എഴുതി കാണിക്കുമ്പോൾ കയ്യടി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയ്ക്കും നല്ല പടങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടൈമിൽ വരെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപമാറ്റം വരെ നമുക്ക് കറക്റ്റ് മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേപോലെ 90കളിലൊക്കെ അദ്ദേഹം കിടിലം കുടുംബ സിനിമകളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ സിനിമകളും അത്യാവശ്യം ബോഡി സിനിമകളെന്ന് പറയാം. അപ്പോൾ മലയാള സിനിമയിലെ ഒരു അനുഗ്രഹീത കലാകാരനാണ് ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. ഇനിയും അദ്ദേഹം നല്ല സിനിമകൾ സംവിധാനം ചെയ്യാനോ അല്ലെങ്കിൽ അതേപോലുള്ള കഥകളോ തിരക്കഥകളോ ഒക്കെ എഴുതാനുള്ള ടൈം അദ്ദേഹത്തിന് കിട്ടട്ടെ. മലയാള പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് നെഞ്ചേറ്റി നടന്ന ആൾക്കാരാണ്. ഒരു ടൈമിൽ 80കളിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാടി അഭിനയിച്ച ഒരു പാട്ട് രംഗം പോലും ഒരുപാട് വിവാദമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സുഖമില്ലായിരുന്ന സമയത്ത് ചെയ്ത ഒരു ഗാനമുണ്ടല്ലോ, ദാസേട്ടൻ നല്ലതുപോലെ പാടിയിട്ടുള്ള. അപ്പോൾ ആ പാട്ട് അദ്ദേഹം കുളമാക്കിയെന്നും പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഇങ്ങനെ കടന്നു വരാറുണ്ട്. ഈ ഒരു ടൈമിലും ഒരുപാട് ട്രോളുകളൊക്കെ വരുന്ന ഒരു പാട്ട് രംഗമാണ്. അപ്പോൾ ആ പാട്ട് രംഗം ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ബാലചന്ദ്ര മേനോൻ എഴുതി കാണിക്കാൻ പോലും സ്ക്രീനിൽ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പോലും. അത്രയ്ക്കും കലയോട് വളരെ അടുത്ത് നിന്ന ഒരു കലാകാരനാണ് ബാലചന്ദ്ര മേനോൻ സാർ.